السلام عليكم ورحمة الله. إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة فاغفر ذنوبي فإنك غافر الذنب العظيم. على أمة سيدنا محمد صلى الله عليه وسلم. قال نبينا محمد صلى الله عليه وسلم: الحج المبرور ليس له الجزاء إلا الجنة. صدق رسوله المصطفى الأمين. മുഅ്മിനീങ്ങളെ, അല്ലാഹു പരിശുദ്ധമാകുന്ന അവന്റെ പുണ്യഭവനത്തിൽ സുബ്ഹ് ജമാഅത്തിന് ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവന്റെ സുഖലോക സ്വർഗ്ഗത്തിൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. പവിത്രമാകുന്ന ദിവസങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. പ്രിയപ്പെട്ട ഹജ്ജാജിമാർ, കഅബ ലക്ഷ്യം വെച്ചുകൊണ്ട്, പരിശുദ്ധ ഹറം ലക്ഷ്യം വെച്ചുകൊണ്ട് ഹജ്ജ് ചെയ്യാൻ പലരും പരിശുദ്ധമാകുന്ന മണ്ണിലേക്ക് പോയി കഴിഞ്ഞു. നമ്മളുടെ മഹല്ലത്തുകാരാകുന്ന ചിലരൊക്കെ ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടിട്ടുണ്ട്. ചിലർ അവിടെ എത്തി എന്ന ഇവരെ നമുക്ക് അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു അവർക്കൊക്കെ മഖ്ബൂലും മബ്റൂറുമാകുന്ന ഹജ്ജും ഉംറയും സിയാറയും നിർവഹിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഹജ്ജിന്റെ പ്രതിഫലം എന്താണ് നബിയെ എന്ന് മുത്തനബി തങ്ങളോട് ചോദിച്ചപ്പോൾ അവിടുന്ന് മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു: സ്വഹാബത്തെ, ഹജ്ജിനക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്ന് പറഞ്ഞാൽ മറ്റുള്ള അമലുകൾക്ക് കൊടുക്കുന്നത് പോലെയല്ല. അൽ ഹജ്ജുൽ മബ്റൂറു ലൈസ ലഹുൽ ജസാഉ ഇല്ലൽ ജന്ന. ഹജ്ജിനക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം മബ്റൂറായ ഹജ്ജ്. ഏതാണ് മബ്റൂറായ ഹജ്ജ്? അവനിൽ നിന്നൊരു മഅസിയത്തും ഒരു തെറ്റും സംഭവിക്കാതെ വളരെ സസൂക്ഷ്മം അല്ലാഹു പൊരുത്തപ്പെടുന്ന രൂപത്തിൽ എല്ലാം കൈകാര്യം ചെയ്ത് വന്ന ഒരു ഹജ്ജ് ചെയ്ത ഒരാൾക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം ലൈസ ലഹുൽ ജസാഉ, അല്ലാഹു അവനക്ക് കൊടുക്കുന്ന പ്രതിഫലം അല്ല ഇല്ലൽ ജന്ന, സ്വർഗ്ഗമല്ലാതെ അല്ലെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗ്ഗമാണ് ഒരാൾക്ക് ഹജ്ജ് ചെയ്താൽ കിട്ടുന്ന പ്രതിഫലം. ആ സമയത്ത് സ്വഹാബത്തുൽ കിറാമില് ചിലർ ചോദിക്കപ്പെടുന്നുണ്ട്. മറ്റ് ഹദീസിൽ കാണാം, സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്: നബിയെ, ഞങ്ങളെല്ലാവരും സമ്പത്തുള്ള ആളുകളല്ല. സമ്പത്തുള്ള ആളുകൾക്കാണല്ലോ മുസ്തഫായ നബിയെ എന്ന് പറഞ്ഞത്, പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വലില്ലാഹി ഹിജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല. ഖുർആൻ പറഞ്ഞത് വഴിയാലും തടിയാലും മുതലാലും കഴിവുള്ള ആളുകൾക്ക് ഹജ്ജ് നിർബന്ധമാണ്. അവർ കഅബയിൽ പോയി ഹജ്ജ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. ഞങ്ങൾക്ക് അതിനൊക്കെ സാധ്യമല്ലല്ലോ നബിയെ, ഞങ്ങൾക്ക് സാമ്പത്തികം ഞങ്ങളിൽ ഇല്ലല്ലോ മുസ്തഫായ നബിയെ. അതുകൊണ്ട് ഞങ്ങൾ എങ്ങനെയാണ് ഹജ്ജ് ചെയ്യുന്നത്? എങ്ങനെ ഞങ്ങൾക്ക് ആ പ്രതിഫലം, ഹജ്ജിന്റെ പ്രതിഫലം ഞങ്ങൾക്ക് കിട്ടാൻ സാധുക്കളാകുന്ന ഞങ്ങൾ എന്തൊരു പണിയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോ നബി തങ്ങൾ പറഞ്ഞു: സ്വഹാബത്തെ, നിങ്ങൾക്ക് ഹജ്ജിനക്ക് അല്ലാഹു കൊടുക്കുന്ന അതേ പ്രതിഫലം നിങ്ങൾ ഒരു ഹജ്ജ്, ഒരു മബ്റൂറായ മഖ്ബൂലായ ഹജ്ജ് ചെയ്ത പ്രതിഫലം അല്ലാഹു നിങ്ങൾക്ക് തരും. അതിനേക്കുള്ള ഒരു പണി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് മുസ്തഫായ നബി തങ്ങൾ പറയാം. അപ്പൊ സഹാബത്ത് ചോദിച്ചു: ബലാ യാ റസൂലല്ലാഹ്, അങ്ങനെയെങ്കിൽ പറഞ്ഞു തരും നബിയെ, ഏതാണ് ആ പണി? ഹജ്ജിന്റെ അതേ കൂലി കിട്ടുന്ന ആ ഒരു പണി എന്താണെന്ന് ചോദിച്ചപ്പോ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു: സഹാബത്തെ, 5 വഖത്ത് നമസ്കാരങ്ങൾക്ക് ശേഷം, എല്ലാ 5 വഖത്ത് നമസ്കാരങ്ങൾക്ക് ശേഷം 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് എന്നും 33 പ്രാവശ്യം അൽഹംദുലില്ലാഹ് എന്നും 33 പ്രാവശ്യം അല്ലാഹു അക്ബർ എന്ന ദിക്റും ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇങ്ങനെയുള്ള ഈ ദിക്റുകൾ പറഞ്ഞ് 100 എണ്ണത്തെ നിങ്ങൾ പൂർത്തിയാക്കിയാൽ നിങ്ങൾക്ക് ഹജ്ജിനുള്ള മബ്റൂറായ ഹജ്ജിനുള്ള പ്രതിഫലം ലഭിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഈ പരിശുദ്ധമാകുന്ന ഹജ്ജിന്റെ സമയത്ത് നമുക്ക് പരിശുദ്ധ കഅബയിൽ പോയി ഹജ്ജ് ചെയ്യാൻ ഒരുപക്ഷെ നമ്മളുടെ സാമ്പത്തികം അനുവദിച്ചോളണമെന്നില്ല. നമുക്ക് സാമ്പത്തികമായി ഭദ്രതയില്ല. കഴിയാത്തവരാണെങ്കിൽ നമുക്ക് ഓരോ വഖത്തിനും
ഹജ്ജിന്റെ പ്രതിഫലം ലഭിക്കുന്ന ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് ഓരോരുത്തർക്കും ലക്ഷങ്ങൾ ചെലവാക്കി കഅബത്തിൽ പോയി ഹജ്ജ് ചെയ്യുന്ന പ്രതിഫലം ഓരോ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ലഭ്യമാക്കാൻ സാധ്യമാണ്. ഓരോ 5 വക്തിലും നമുക്ക് അങ്ങനെ കിട്ടിയാൽ ഒരു ദിവസം 5 ഹജ്ജ് ചെയ്ത പ്രതിഫലത്തോടെ നമുക്ക് കരകതമാക്കാൻ കഴിയും. റബ്ബ് തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നിസ്കാരം കഴിഞ്ഞ ഉടനെയുള്ള ദിക്റുകൾ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വല്ലാഹു അക്ബർ ശേഷമുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ആ ദിക്റും ചൊല്ലിക്കഴിഞ്ഞാൽ അവർക്ക് ഹജ്ജ് ചെയ്ത കൂലിയുണ്ട് എന്ന് പഠിപ്പിക്കുമ്പോൾ കൃത്യമായി കൊണ്ട് നിർവഹിക്കാൻ റബ്ബ് തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളുടെ പ്രയാസങ്ങളെ പ്രതിസന്ധികളെ തീർത്തു തരണം റഹ്മാനേ. അല്ലാഹുവേ, പലരും രോഗികളായി കഴിയുന്നവരുണ്ടവർക്കൊക്കെ ശിഫ കൊടുക്കണേ അല്ലാഹ്. ആജിലായ ശിഫ നൽകണേ അല്ലാഹ് റഹ്മാനേ. ഞങ്ങളിൽ നിന്ന് പലരും പല സഹോദരങ്ങളും സഹോദരിമാരും ഹജ്ജിന് വേണ്ടി യാത്ര തിരിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ മഖബൂലും മബ്റൂറുമാകുന്ന ഹജ്ജും ഉംറയും സിയാറയും നിർവഹിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. വൈകാത്ത വേളയിൽ ഞങ്ങളെയും പരിശുദ്ധ ഹറമിലെത്തിക്കണേ റഹ്മാനേ. പരിശുദ്ധ മദീനയിൽ എത്തിക്കണം അല്ലാഹ്.